നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ പൗരാണികമായ ആചാരങ്ങളെയും താന്ത്രിക പാരമ്പര്യങ്ങളെയും തകർക്കുന്ന രീതിയിൽ നിലപാടെടുക്കുന്ന ദേവസ്വം ഭരണസമിതിയെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് ഇരിങ്ങാലക്കുട ക്ഷേത്ര ആചാരവിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സമിതി ഭാരവാഹികൾ. പദ്ധതി ക്ഷേത്രമെന്ന നിലയിൽ ക്ഷേത്രത്തിന്റെ പൈതൃകവും പാരമ്പര്യവും നിലനിർത്തി പോരേണ്ടതാണ്. ഇത് സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും സമീപകാലത്തുണ്ടായ ആചാരാനുഷ്ഠാനങ്ങളെ ധിക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ പ്രവർത്തിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തവർ നുണ പ്രചരണങ്ങൾ നടത്തി ക്ഷേത്ര പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും കോട്ടം തട്ടുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് ക്ഷേത്രത്തിന്റെ സവിശേഷമായ പാരമ്പര്യത്തെ തകർക്കും. തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് ക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും തന്ത്രിമാരെ മാറ്റി നിർത്തുവാനുള്ള ശ്രമം ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. പാരമ്പര്യമായി നിലനിന്നു പോരുന്ന തന്ത്രി കുടുംബങ്ങളെ ഉത്സവ നോട്ടീസിൽ നിന്നും ഒഴിവാക്കിയതും ഉത്സവാഘോഷ സമിതിയിലെ ആചാരാനുഷ്ഠാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും ഭരണസമിതിയിലെ തന്ത്രി പ്രതിനിധിയെ മാറ്റി മറ്റൊരംഗത്തിന് ചുമതല നൽകിയതും ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തുന്നതിനാണെന്ന് സംശയിക്കണമെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു. കലശാഭിഷേക സമയം, മാതൃക്കൽ ദർശന സമയം എന്നിവയെക്കുറിച്ച് ദേവസ്വം വ്യക്തത വരുത്തുക, വാസ്തുവിധികൾക്ക് വിരുദ്ധമായി തെക്കേ ഗോപുരത്തിൽ നടത്തിയ മാറ്റങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുക, ക്ഷേത്ര മതിൽക്കകത്ത് വെടിമരുന്ന് സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കുക, ക്ഷേത്രാചാരങ്ങളിൽ ഊരാൺമക്കാരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക, ദീപാലങ്കാരം എഴുന്നള്ളിപ്പിനെ ബാധിക്കാത്ത രീതിയിൽ നടത്തുക, ആറാട്ട് എഴുന്നള്ളിപ്പിലെ കീഴ്പതിവ് തുടരുക തുടങ്ങിയ ആവശ്യങ്ങളും സമിതി ഭാരവാഹികൾ ഉന്നയിച്ചു. സമിതി പ്രസിഡന്റ് കൃഷ്ണകുമാർ CG, സെക്രട്ടറി ജയശങ്കർ PS, ട്രഷറർ ഹരി വാര്യർ, PP രാധാകൃഷ്ണൻ, കാവനാട്ട് കൃഷ്ണൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണ പൊതുവാൾ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെയും പൈതൃകങ്ങളെയും കോട്ടം തട്ടുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ. ഈ ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ കാര്യങ്ങൾക്ക് കോട്ടം തട്ടാതെ പ്രവർത്തിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റ ഭരണസമിതിയാണ് തീർത്തും ആചാരലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി ഈ ക്ഷേത്രത്തിൻ്റെ പരിപാവനതയെ തകർക്കുന്നത്. ഈ സമിതിയെ പിരിച്ചുവിടാൻ സംസ്ഥാന സർക്കാരിനോട് ആചാര്യ സംരക്ഷണ സമിതി, വിശ്വാസ സംരക്ഷണ സമിതി അഭ്യർത്ഥിക്കുകയാണ്. ഈ കൂടൽമാണിക്യം ആക്റ്റിൽ ഭരണസമിതിയുടെ അധികാരം എന്ത്, തന്ത്രിയുടെ അധികാരം എന്ത് എന്ന് കൃത്യമായിട്ടും നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് തന്ത്രിമാരെ ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളിൽ നിന്ന് പങ്കെടുക്കുന്നതിന് വിലക്ക് കൽപ്പിക്കുകയാണ്. അല്ലെങ്കിൽ വിലക്ക് കൽപ്പിക്കുന്നില്ലെങ്കിലും സമൂഹ മാധ്യമത്തിൽ തന്ത്രിമാരെ വികലമായി ചിത്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രവൃത്തിയാണ്. നോട്ടീസിൽ നേരത്തെ കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞ പോലെ മാതൃക്കൽ ബലി ദർശനവും കലശത്തിൻ്റെ സമയവും നോട്ടീസിൽ അടിച്ചിരിക്കുന്ന പോലെയല്ല നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പൂർവാചാരപ്രകാരം നടത്തണം എന്ന് തന്ത്രി സമാജം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇന്നലെ അവരുടെ മീറ്റിങ്ങിലും വീണ്ടും പറയുകയുണ്ടായി, ദേവസ്വം എന്താണോ നോട്ടീസിൽ പ്രിൻ്റ് ചെയ്തത് അതാണ് നടക്കുള്ളൂ എന്നുള്ളത് ഇന്നലെ വീണ്ടും അവർ പ്രസ്താവിക്കുകയുണ്ടായി. അതിനൊരു കൃത്യത വരുത്തണം. ഒരു ഭക്തൻ ഏത് സമയത്താണ് മാതൃക്കൽ ബലി ദർശനത്തിന് വരേണ്ടത്, ഏത് സമയത്താണ് കലശപൂജ തൊഴാനായിട്ട് വരേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് ഈ സമിതി ആവശ്യപ്പെടുകയാണ്. പിന്നെ ഈ തെക്കേ ഗോപുരത്തിൻ്റെ നിർമ്മിതി സംബന്ധിച്ചും അതിനകത്ത് വെടിപ്പുരയോടനുബന്ധിച്ചൊരു റൂം പണിതിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ രണ്ടും
ക്ഷേത്ര ആചാരങ്ങൾക്കും ക്ഷേത്ര നിർമ്മിതിക്കും വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നവീകരണ കലശത്തിൻ്റെയോ അങ്ങനെയുള്ള പല കൂടിയാലോചനകൾക്ക് ശേഷം നടത്തേണ്ട ഒരു കാര്യമാണ്. അതും നിയമം ലംഘിച്ചതായിട്ട് കാണിക്കുകയാണ്. അതിനും ഒരു മാറ്റങ്ങൾ വരുത്തണം, പൂർവ്വസ്ഥിതിയിലാക്കണം എന്നാണ് സമിതി ആവശ്യപ്പെടുന്നത്. ഇരിങ്ങാലക്കുട രൂപതയുടെ സമഗ്ര കുടുംബക്ഷേമ പദ്ധതിയായ ബ്ലസ് എ ഹോം പദ്ധതിയുടെ വാർഷിക സമ്മേളനം ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, ബ്ലസ് എ ഹോം പ്രസിഡന്റ് മോൺസിഞ്ഞോർ ആൻഡ്രു ആലപ്പാടൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് ജെ ചിറ്റിലപ്പള്ളി, സാജൻ കൊടിയൻ, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവ്യർ, ബ്ലസ് എ ഹോം വൈസ് പ്രസിഡന്റ് ജിജി മാമ്പിള്ളി എന്നിവർ ആശംസകൾ നേർന്നു. ഫാദർ ജിൻഡോ സ്വാഗതവും ഷാജു പുതുശ്ശേരി നന്ദിയും പറഞ്ഞു. നിരന്തരമായിട്ടുള്ള നല്ല പദ്ധതികൾക്ക് വിഭാവനം ചെയ്യാനായിട്ട് നമ്മുടെ രൂപതയ്ക്ക് സാധിക്കുന്നു. പിതാവിൻ്റെ മെത്രാഭിഷേക ദിനത്തിൽ ആദ്യമേ തന്നെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഒപ്പം രൂപം കൊടുത്ത ഈ ബ്ലസ് എ ഹോം പദ്ധതി കഴിഞ്ഞ വർഷം ശിബുവാലപ്പൻ ഇവിടെ വന്ന് പറഞ്ഞ് ഒരു അക്രൈസ്തവ ചേച്ചി ഈ 1000 രൂപ കിട്ടുന്ന ആ ദിവസം നോക്കിയിരിക്കുന്ന കഥ അല്ലെങ്കിൽ അവരുടെ അനുഭവം പറഞ്ഞത് എന്നും എപ്പോഴും എവിടെയും പറയുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമായി ഞങ്ങളെപ്പോഴും കാണുന്നു. കാരണം ആ ചേച്ചിയുടെ വെളിപ്പെടുത്തൽ ആ കുട്ടികൾ 2 പേര് പട്ടിണി ഉള്ള ഒരു ഇതിൽ റേഷനരി വാങ്ങിക്കാനായിട്ട് അവർക്ക് റേഷൻ കിട്ടും. പക്ഷെ ഒരു 1000 രൂപ എടുക്കാനുള്ള ഒരു മാർഗമില്ലാതെ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഒരാൾ കൊണ്ടു കൊടുക്കുന്ന 1000 രൂപ ആരോ എന്നറിയില്ല, രൂപതയാണ്, അച്ഛന്മാരാണ് തരുന്നത്, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകളാണ് തരുന്നത് എന്ന് അറിഞ്ഞ് ആ കുടുംബം വളരെ സന്തോഷത്തോടു കൂടി പോയി തൻ്റെ മക്കളുടെ ഉന്നത വിജയം കഴിഞ്ഞ് അവർ വീണ്ടും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പശ്ചാത്തലം കഴിഞ്ഞ ഇതേ സമയത്ത് ഈ ചടങ്ങിൽ ഇതിൻ്റെ അനുഭവം ഒരു അക്രൈസ്തവ ചേച്ചി പങ്കുവച്ചപ്പോൾ അത് ഹൃദയത്തിൽ ഏറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കണക്റ്റഡായി ഞങ്ങൾക്ക് അത് വളരെ ഹൃദയത്തിലേറ്റ ഒരു അനുഭവം, സ്വന്തം അനുഭവമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ സമൂഹത്തിൽ അക്രൈസ്തവരായ ആളുകളും ക്രൈസ്തവരായാലും നാനാജാതി മതസ്ഥരെ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വിവിധ ഘടകങ്ങൾ. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിന് ഉണ്ടായ സാമ്പത്തിക നഷ്ടം ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കുവാൻ സഹകരണ വകുപ്പ് ഉത്തരവ്. 2014-19 കാലയളവിൽ പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങളായ MP ജാക്സൺ, PJ തോമസ്, LD ആൻഡോ, ജസ്റ്റിൻ ജോൺ, TI ജോസഫ്, PP തോമസ്, ഫിലോ മാത്യു, ബേബി ജോസ്, സുജ സഞ്ജീവ് കുമാർ, TV ഹരിദാസ് എന്നിവരിൽ നിന്നും 20,29,640 രൂപ വീതം ഈടാക്കാനാണ് സഹകരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ITC എന്ന പേര് ഉപയോഗിച്ചതിന് കൊൽക്കത്ത കോടതിയിൽ കേസിനായി ജനറൽ ഫണ്ട് ഉപയോഗിച്ചതും പുതിയതായി ആരംഭിച്ച ശാഖകളിലേക്ക് അനുമതിയില്ലാതെ പണം ചിലവഴിച്ചതുമാണ് ഭരണസമിതി അംഗങ്ങളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ആക്ഷേപമുള്ളവർ ഏപ്രിൽ 24-ന് ഓഫീസിൽ ഹാജരായി വിശദീകരണം നൽകണം. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ മുൻവശത്തെ കുട്ടംകുളത്തിൽ സ്മാരകം നിർമ്മിക്കുന്നതിനെതിരെ BJP ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ BJP സംസ്ഥാന കമ്മിറ്റി അംഗം PS സുബീഷ് ഉദ്ഘാടനം ചെയ്തു. ടൗൺ ഏരിയ ജനറൽ സെക്രട്ടറി KM ബാബുരാജ് അധ്യക്ഷത വഹിച്ച ധർണയിൽ മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട്, VC രമേശ്, സംസ്ഥാന കൗൺസിൽ അംഗം സന്തോഷ് ബോബൻ എന്നിവർ ആശംസകൾ നേർന്നു. വാർഡ് കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അമ്പിളി ജയൻ നന്ദിയും പറഞ്ഞു. ഈ പുനരുദ്ധാരണം എന്ന നിലയിൽ അവർ ചെയ്യുന്ന ഈ പ്രവൃത്തി എത്രമാത്രം ഭൂമി കയ്യേറ്റവും അതുപോലെ തന്നെ ഭക്തരോടുള്ള വെല്ലുവിളിയുമാണെന്ന് നമുക്ക് മനസ്സിലാവും. 2.5 ഏക്കറിൽ അധികമുള്ള ഈ ഭൂമിയിൽ ശുദ്ധജലത്തിന്റെ കലവറയായ കുട്ടംകുളത്തിന്റെ എല്ലാ പൈതൃകവും അതിൻ്റെ എല്ലാ രീതിയിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചവിട്ടിമരിച്ചുകൊണ്ട്
അതിൻ്റെ സംരക്ഷണം എന്ന രീതിയിൽ 4 ഭാഗവും കെട്ടി സംരക്ഷിക്കാമെന്നുള്ള ഗവൺമെന്റ് തീരുമാനപ്രകാരം നമ്മുടെ MLA നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭ അവർ ചെയ്തത് സംരക്ഷണം എന്ന രീതിയിൽ എപ്രകാരം ഭൂമി കയ്യേറ്റവും അതുവഴി സംഗമേശ്വരനെ അവഹേളിക്കാം എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഈ കുട്ടകുളത്തിന്റെ കിഴക്ക് തെക്ക് മൂലയിൽ ഇപ്പോൾ നടന്നു വരുന്ന നിർമ്മാണ പ്രവർത്തനത്തിന് യാതൊരുവിധ മുൻകൂർ അനുമതിയുമില്ല എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെയുള്ള സർവകക്ഷികളുമായും പൊതുജനങ്ങളുമായും വിശ്വാസികളുമായും ആലോചിക്കാതെയാണ്, അവർക്ക് മുൻകൂർ അതിന്റെ പ്ലാനോ നടപടിക്രമങ്ങളോ മനസ്സിലാക്കി കൊടുക്കാതെയാണ് ഏകപക്ഷീയമായി ഈ PWയുടെ നേതൃത്വത്തിൽ ഈ സംരക്ഷണ ഭിത്തി നിർമ്മാണം എന്ന പേരിൽ അതിക്രമം നടന്നു വരുന്നത്. താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിലെ വിശുദ്ധ കുരിശുമുത്തപ്പന്റെ തിരുനാൾ മെയ് 2, 3, 4 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോർജ് പാറമേൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 23 വ്യാഴാഴ്ച വൈകിട്ട് 4:30 നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 2 ശനിയാഴ്ചയാണ് അമ്പ് തിരുനാൾ. വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്, വിവിധ യൂണിറ്റുകളിലെ അമ്പ് പ്രദക്ഷിണം, വർണ്ണമഴ എന്നിവ നടക്കും. തിരുനാൾ ദിനമായ മെയ് 3 ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ആഘോഷകരമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സിബു കള്ളാപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും. മെയ് 4 തിങ്കളാഴ്ച വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ആഘോഷിക്കും. ജനറൽ കൺവീനർ സെബാസ്റ്റ്യൻ പ്ലാശ്ശേരി, ട്രസ്റ്റിമാരായ ജോയ് ചുക്കിരിയാൻ, വിൻസൻ കുറ്റിക്കാടൻ, ജോൺസൺ നെരേപ്പറമ്പിൽ, നിക്സൺ ചാതേലി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ചരിത്രപ്രസിദ്ധമായ താഴേക്കാട് കുരിശുമുത്തപ്പൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ വരുന്ന മെയ് 2, 3, 4 തീയതികളിൽ കുരിശുമുത്തപ്പൻ്റെ തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ്. 2-ാം തീയതി വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പും, 3-ാം തീയതി മുഖ്യ തിരുനാൾ ദിനവും, 4-ാം തീയതി വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ തിരുനാൾ ദിവസവും, 5-ാം തീയതി അങ്ങാടികൾ അധികമില്ലാത്ത താഴേക്കാട് ദേശക്കാരുടെ ഉത്സവ ദിനമായിട്ട് 5 ദേശക്കാർ സംഘടിപ്പിക്കുന്ന അങ്ങാടി അമ്പും നടത്തപ്പെടുകയാണ്. 1917 അവിഭക്ത തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് സ്ഥാപിതമായ താഴേക്കാട് ദേവാലയം 2025-26 തിരുനാളിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം ഷ്രൈനായി കൂടെ ഉയർത്തപ്പെട്ടതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വലിയ ഉത്തരവാദിത്വവും കടമയാണ് എല്ലാവരെയും ആ തിരുനാൾ ക്ഷണിക്കുകയും എല്ലാവർക്കും അനുഗ്രഹപ്രദമാം രീതിയിലും ആസ്വാദികരമാം രീതിയിലും ആ തിരുനാള് സംഘടിപ്പിക്കുക എന്നത്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.